പോലീസുകാരെ ഇഷ്ടത്തിനുള്ള അവരെ തോന്നിയ ദിവസം പോലെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. കിട്ടിയ അടിയും കൊണ്ട് വീട്ടിലിരുന്നിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി ഇത് പരാജയമാണ്. അവൻ ചെയ്തില്ലെങ്കിൽ ഉടനെ നമ്മൾ അവനോട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവനെ ചീത്ത പറയുന്നു. നമസ്കാരം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു യുവതിക്ക് നേരിടേണ്ടി വന്ന അതിക്രൂരമായ പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതോടെ വീണ്ടും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. ഈ വിഷയത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. അതൊരു മോശമായ സംഭവമായിരുന്നു. ഗർഭിണിയായ യുവതിയായിരുന്നു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. അതിൽ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല ഇപ്പൊ ആഭ്യന്തരമന്ത്രി. കാരണം ഒരു പോലീസുകാരെ ഇഷ്ടത്തിനുള്ള അവരെ തോന്നിയ ദിവസം പോലെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായിട്ടാണ് ഗർഭിണിയായ ഒരു യുവതി അടിക്കുന്ന കപ്പ എല്ലാവരും ജനങ്ങൾ കണ്ടതാണ്. ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതും പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒക്കെ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ സ്ത്രീ മാനിക്കപ്പെടേണ്ടതാണ്. ഇനി അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അത് ലഘൂകരിച്ച് വിടേണ്ടതല്ലേ പോലീസുകാരൻ. ഒരു സ്ത്രീയെ പരസ്യമായിട്ട് ഒരു പുരുഷ പോലീസ് അടിച്ചപ്പം അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ധിക്കാരം തന്നെ. ഈ പോലീസിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടകളെ പോലെ പെരുമാറുന്നവർ ഉണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നയാളെ പരാജയമാണ്. കാരണം വെച്ചാൽ ഈ സംഭവം നടന്നിട്ട് ഒരു വർഷമായി. ആ സമയത്ത് ആ ലേഡിയും അവരുടെ കുടുംബവും മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ DGPക്കും പരാതി നൽകിയെന്നാണ് അറിയാൻ പറ്റിയത്. എന്നിട്ടിപ്പം കോടതി ഇടപെട്ടിട്ടാണ് ആ വീഡിയോ അതായത് CCTV ഫുട്ടേജ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടാണ് ഇവിടുന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അപ്പാടും അറ്റ് ദ സെയിം ടൈമിൽ ഓൺ ദ സ്പോട്ടിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുകയാണ് അയാളെ പുറത്താക്കാൻ. ഒരു വർഷം കാത്തിട്ട് കോടതി ഇടപെട്ടിട്ടാണ് നടക്കുന്നത്. അങ്ങനെ എന്താ പറയണ്ട, അവർ കോടതിയിൽ പോയിട്ട് ആ ഫുട്ടേജ് കിട്ടിയത് കൊണ്ട് അവർ ചെയ്തു. ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, സാധാരണക്കാരന് നടന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അവരാരും ഇതേപോലെ പോയിട്ടോ വാങ്ങിട്ടോ കിട്ടിയ അടിയും കൊണ്ട് വീട്ടിലിരുന്നിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി ഇത് പരാജയമാണ്. ഇതിപ്പോ എത്ര കസ്റ്റഡി മരണം, എത്ര ഇതായി, എത്ര പോക്സോ കേസായി, എത്ര ഇതായി. ഇനി പറയേണ്ട ഒന്നുമില്ല. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, പോയി തൊലഞ്ഞ് എന്ന് മാത്രമേ എനിക്ക് പറയാം. രാജ്യം എന്നുള്ള മുഖ്യമന്ത്രിക്ക് സമയമില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ പല 4 സൈഡിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട്. കാരണം സ്വർണ്ണ കേസുണ്ട്, പിന്നെ മാസപ്പടിയുണ്ട്, അങ്ങനെ പിന്നെ പുള്ളിയുടെ ഒരു അസുഖം കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പുള്ളിക്ക് നോക്കാൻ അതിനുള്ള സമയമില്ല.